മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായതിൽ കസ്റ്റഡിയിലുള്ള റഹീം അസ്ലമിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഫോണിൽ പിന്തുടരൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തുക. പെൺകുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, കുട്ടികൾ സേഫാണ്, പക്ഷേ എങ്ങനെ പോയി, എന്തിനു പോയി, റഹീമുമായുള്ള ബന്ധം, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ആ രഹസ്യമൊഴിയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് കുട്ടികളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കുട്ടികൾ തങ്ങൾക്ക് ഇങ്ങനെ യാത്ര പോകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോയത് എന്നാണ് കുട്ടികൾ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് കുട്ടികൾക്കൊപ്പം ഈ യുവാവും ഈ കുട്ടികളുടെ യാത്രാ പ്ലാനിങ്ങിൽ പങ്കാളിയായി. ഇവർ 3 പേരും ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്താണ് ഈ യാത്ര നടത്തിയത് എന്നുള്ളൊരു സൂചനയാണ് പോലീസ് നൽകുന്നത്. ഈ ഇൻസ്റ്റഗ്രാം വഴി ഏതാണ്ട് 4 മാസം മുൻപ് മറ്റുമാണ് ഇൻസ്റ്റഗ്രാം വഴി ഈ റഹീം അസ്ലം കുട്ടികളുമായി പരിചയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർ സൗഹൃദം സ്ഥാപിക്കുന്നത്. ആ സൗഹൃദത്തിൻ്റെ പിൻബലത്തിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു പ്ലാനിങ് നടത്തി ഈ യാത്ര നടത്തിയതെന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ഇപ്പോൾ താനൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള റഹീം അസ്ലമിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ ഇവരെ ഫോണിൽ പിന്തുടരൽ എന്നീ വകുപ്പുകൾ ആണ് നിലവിൽ. ഈ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ഉണ്ടാവുക എന്നുള്ള. കൂടുതൽ വകുപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ ഇവരുടെ ഫോണിൽ പിന്തുടരൽ എന്നീ വകുപ്പുകളാണ് നിലവിൽ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി CWCയുടെ മുന്നിൽ കുട്ടികളെ ഹാജരാക്കാനുണ്ട്. അവിടെ ഹാജരാക്കിയതിന് ശേഷം, കുട്ടികൾ കൗൺസിൽ നൽകിയതിന് ശേഷം കുട്ടികളെ വീട്ടുകാരൊപ്പം വിടണോ അതോ കുറച്ച് ദിവസം മറ്റെവിടെയെങ്കിലും മാറ്റി നിർത്തണമോ എന്നുള്ള കാര്യമൊക്കെ CWC ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ തീരുമാനത്തിന് ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ, ഇന്ന് രാവിലെയോടെ കസ്റ്റഡിയിലെടുത്ത റഹീം അസ്ലമിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കുട്ടികളെ തിരൂരിൽ എത്തിച്ചിട്ടുള്ളത്. മറ്റു നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.